ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബിഫോർ ബിനു ആൻഡ് ഐ ആം ബിനു ഗൈസ്. നമ്മൾ വീട്ടിലിങ്ങനെ ഒരു പണിയില്ലാതെ വെറുതെ കുത്തിരിക്കുമായിരുന്നു. ഇങ്ങനെ കുത്തിരുന്നപ്പോൾ തോന്നി ഉച്ചയ്ക്ക് നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഫിഷ് വാങ്ങാണ്ട് ഞാനും ആഷിക്കിലാണ് ഫിഷ് വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ ജിഷ പറഞ്ഞു നമുക്ക് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നമ്മുടെ ഫിറോസിറ്റൊക്കെ ചെയ്യുന്ന പോലെ വില്ലേജ് കുക്കിംഗ് പോലെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലിട്ട് കുക്കിംഗ് ചെയ്ത് ഗൈസ് ആ വീഡിയോ വരാൻ മുമ്പ് കണ്ടു. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ എന്താ പരിപാടി, നമ്മൾ ചൂരക്കറി വെക്കാൻ പോകും. ചൂരക്കറി ഞാൻ പീസ് സ്റ്റൈൽ. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ചൂര വേണം, കറിക്ക് വേണ്ട ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ബാക്കി ഐറ്റംസ് എല്ലാം വേണം. കുറേ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഫ്രഷ് അല്ലാത്ത ചീഞ്ഞ ചൂര കിട്ടിയുള്ളൂ. ആ ചൂര എടുത്തിട്ടുണ്ട്. ചൂര നമ്മൾ പീസാക്കണം. നമ്മൾ ഫിറോസിക്കാനെ കോപ്പി ചെയ്യുന്നില്ല, ഇങ്ങനെ ആയി പോകുന്നതാണ്. നമുക്ക് ഇതിങ്ങനെ ഒരു പീസ്, പിന്നെ ഇതിവിടെ നിന്ന് ഇങ്ങനെ ഒരു പീസ്, മീൻ ഒട്ടും ഫ്രഷ് അല്ല ഗൈസ്. വെട്ടി മീൻ നമുക്കെടുത്ത് പത്രത്തിൽ വെക്കാം. ഇനി നമുക്ക് മറ്റേ ബൂംബാങ്ങിനെ പോലെ lovely fish, lovely mate, lovely. Look at that. Wow, lovely. Yeah, here we go, bro. Yes, lovely. Look at the eyes. Oh my god, lovely. നമുക്ക് ഇതിൽ നമ്മുടെ കുറച്ച് കൊച്ചുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും ജിഞ്ചറും കൂടെ നമുക്ക് മിക്സ് ആക്കി ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, ശേ അത് വേറെ സംഭവം പോയി. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ചുമന്നുള്ളി അരിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്കിപ്പോൾ റെസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ജോലി ഇരിപ്പുണ്ട്. ജോലി ഇരുന്ന് ഉള്ളി അരി ചതയ്ക്കുന്നുണ്ട്. ജിഷ്ണ വന്നിട്ടുണ്ട്. ജിഷ്ണ ഇവിടെ ഇരുന്ന് ഇപ്പോൾ ഉള്ളി ചതയ്ക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് മസാലക്കൂട്ടൊക്കെ സെറ്റാക്കാം ഗൈസ്. ഗൈസ്, ആവേശം കൂടിയിട്ടുണ്ട്. ഇപ്പം ജിഷ കുളിച്ച് റെഡിയായി, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ജിഷ്മ അവിടെ നിൽക്കിട്ടിരുന്ന ജിഷ്മ നമ്മൾ ഓടിച്ച് ഒരു പാവാടൊക്കെ ഇടിച്ചിട്ടുണ്ട് ഫ്രെയിമിൽ വരാൻ വേണ്ടി. പിള്ളേർ അവിടെ ഇരുന്ന് സെറ്റാക്കുന്നുണ്ട്. മീൻ നല്ല ഫ്രഷ് മീൻ, എൻ്റെ മച്ചല്ല ഉള്ളേ. നമുക്ക് നമ്മുടെ അടുപ്പ് കൂട്ടുന്ന പരിപാടിയാണ്. അത് നമ്മൾ ജോസേട്ടനാണ് ചെയ്യുന്നത്. ജോസേട്ടനാണ്. എടാ ഏത് അയ്യേ എന്തത് ഷേ അയ്യേ കൊടുക്കുന്ന കർമ്മമാണ്. കത്തിക്കങ്ങട്. കേസ് ഞാൻ അടുപ്പിന് തീ പിടിച്ചിട്ടുണ്ട്. ഈ സ്പ്രേ എടുത്ത് മണ്ണെണ്ണ എടുത്ത് സ്പ്രേ ഇടാ. നമുക്ക് അടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ്, അതായത് ചട്ടി ചൂടാന്ന് പറയുന്നത് എങ്ങനെ ചട്ടി തൊട്ട് വെക്കണം. തൊട്ട് വെക്ക്. ചട്ടിയെ തൊട്ട് വെക്കുമ്പോൾ വെള്ളമുണ്ട്. ചട്ടിയെ തൊട്ട് വെക്കുമ്പോൾ അറിയാൻ പറ്റും. ജിഷ്മ അവിടെ ആത്മാർത്ഥമായിട്ട് പണി ചെയ്യൂ. ആത്മാർത്ഥമായിട്ട് പണി നീ അവിടെ ഇരുന്ന്. എന്താണിത്? ഇത് ഇന്നത്തേക്കുള്ള കറിയാണ്, നാളത്തേക്കല്ല. ലുക്ക് കേട്ടാ, ഇവിടെ ഫ്രെയിമിൽ ലുക്കാണല്ലോ. തള്ള ഇനി വ്ലോഗിന് വ്യൂവേഴ്സ് കൂടും. ജിഷ്മ ഓൺ റോക്ക്. അത്ര ലൈറ്റ് വേണ്ട, അത്ര വെളുപ്പൊന്നും വേണ്ട. നാച്ചുറലിനെ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുക, അത് മതി. ഓക്കെ, പണി ചെയ്യോ. എന്താണെന്നാ ഇത്? കുടുംബിയാ. അങ്ങനെ ചട്ടി വിടാകുമ്പോൾ ചട്ടിക്കകത്തുനിന്ന് പുക വരും. അപ്പം നമ്മൾ എണ്ണ ഒഴിക്കണം. ചട്ടിക്കകത്തുനിന്ന് പുക വരുമ്പോൾ എണ്ണ ഒഴിക്കുക. അപ്പോഴേക്ക് ആളിക്കെത്തും. ഇവിടെ മോളെ പ്രൊഫഷണലിസം ആണ് കാണിച്ചത്. മണ്ണ് വരി എറിയില്ല അളിയാ, പ്രൊഫഷണലിസം. അടുത്ത സാധനം കൊണ്ടുപോവാ. പെട്ടെന്നേക്കോട്ടെ. അടുത്തതായിട്ട് കടുക് എഴുതാൻ പോകുന്നത്. ആഷിക്കോൺ കടുക്. അയ്യേ പൊട്ടിയില്ല. പൊട്ട നീ പൊട്ടന്മാരിട്ട് എങ്ങനെ പൊട്ടാനാ? അത് മ്യൂട്ട് ചെയ്യണല്ലോ. അടുത്ത എന്താ ഇടുന്നേ ഗൈസ്? അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇടാം. കടുകിന് ശേഷം ഉലുവ ഇടണം. ആണ്ട് എന്തോന്നടി ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചാ? ഉള്ളിയും വെളുത്തുള്ളിയും ജിഞ്ചറും കൂടെ നമ്മൾ ഇടാൻ പോവുകയാണ് ഗോയ്സ്. തീ പിടിച്ച് അടുത്ത ചട്ടി കടുകയാണ്.
ജിഷ വേറെ ലെവൽ ഓഫ് ദ കൺട്രി. എന്റെ മോളെ ആക്ച്വലി ഇത് എന്റെ കുക്കിംഗ് ചാനൽ, ഞാനല്ലേ കുക്ക് ചെയ്യേണ്ടത്. നീ പിടിക്കണ്ട, നീ ഇവിടെ ചെയ്താ മതി. ബ്രൗൺ കളറാണ് ഇത്. ബ്രൗൺ കറുത്ത കളറായിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലാസ്റ്റിക് സ്പൂൺ മഞ്ഞപ്പൊടി. അത് പ്ലാസ്റ്റിക് സ്പൂൺ അല്ലേ, സ്റ്റീൽ സ്പൂൺ ആയിരുന്നു. എന്നാൽ ഒരു സ്റ്റീൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ കുറേ ഇറക്കി കഴിയുമ്പോൾ കൈ കിടക്കും. അപ്പം നമ്മൾ വെച്ചിട്ട് പോകണം. ഇച്ചിരി ചില്ലി പൗഡർ, അതായത് മുളക് പൊടി. ഒരു 2 അലുമിനിയം സ്പൂൺ മുളക് പൊടി. അല്ല, അത് അലുമിനിയോ ആണോ? ഇനി എന്നിട്ട് നമ്മൾ ഇളക്കണം. വീണ്ടും കൈ കഴുകുന്നവരെ ഇളക്കണം. കൊതമ്പുളി. ഇനി കൊതമ്പുളി വെള്ളം ഇട്ടാ പോട്ടാ. ഇച്ചിരി കുടംപുളി ഇടാം. കുടംപുളി നമ്മുടെ കറിക്ക് ഇച്ചിരി സ്പൈസി ആൻഡ് ഹോട്ട് ആൻഡ് ഷോർ ആണല്ലോ, ഹോട്ട് ആൻഡ് ഷോർ. ഇനി അതിലേക്ക് നമുക്ക് സംശയശുദ്ധ പാനി ഇടണം. ചക്കിലാട്ടിയ ശുദ്ധമായ വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇട്ട് ഇളക്കി കൊടുക്കണം. ഇത് നമ്മുടെ ഫിഷ് കറിയുടെ പേര് ഹോട്ട് ആൻഡ് ഷോർ ചൂരക്കറിയാണ്. ഹോട്ട് ആൻഡ് ഷോർ വളം. അത് നമ്മൾ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം ഗൈസ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പ്, വെങ്കായം, തൈര്. അയ്യോ തൈര്. നമ്മൾ മീൻകറി വെക്കാൻ തുടങ്ങിയത് 12 മണിക്ക്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 5 മണിയെങ്കിലും നമുക്ക് അറിയാവുന്നതായിരിക്കും. ഇപ്പൊ സമയം 2 മണി ആയിക്കോട്ടെ. 2 മണി ആയിട്ടുണ്ട്. എവിടെ മാമ വന്നിരിക്കുകയാണ് ഗൈസ്. ബൈജി മാമൻ ഓൺ ദ ഫ്ലോർ. ഗൈസ്, ഇത് ജിഷ്മ. ഞങ്ങൾ നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും ഇളയ എൻ്റെ സിസ്റ്ററാണ് ഗൈസ് ജിഷ്മ. ഞങ്ങൾ ഭയങ്കര ബോണ്ടാ അല്ലേ? ഞങ്ങൾ ബോണ്ടല്ല, ബോണ്ട് നോക്കി പറ. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് ഗൈസ്. ഊതടാ എടേ, ഇവന് എന്തി കാണിക്കുന്നത്? ഊതടേ. ഊതങ്ങോട്ട്. ഊത്. കറി തിളച്ച് വരുന്നുണ്ട് ഗോയ്സ്. തിളച്ച് ഗോയ്സ്. അങ്ങനെ നമ്മുടെ ഇത് കറി ചാറ് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ചൂരക്കുട്ടന്മാരെ ഇടാം. ഇതിങ്ങനെ ഓരോന്നും വിധം പെറുക്കി ഇടണം. വളരെ ഫ്രഷ് മീനായതുകൊണ്ട് ഇത് കറി ആയി വരുമ്പോൾ മിക്കവാറും സൂപ്പ് പോലെ കിട്ടാൻ വഴിയുണ്ട്. മിനിമം 2 ആഴ്ചത്തെ പഴക്കം കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലേ മുട്ട കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻ നീന്തി കളിക്കണം എന്ന് പറയുന്നത്. ചൂട് കയറുമ്പോൾ മീൻ നീന്തണം. നമുക്ക് ഇത് നമ്മുടെ കറി ഒന്ന് മൂടി വെക്കാം. ഒരു 1/2 hour വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് തിളയ്ക്കും. ഇല്ലേ, തിളക്കത്തില്ലേ? 1/2 hour കൊണ്ട് തീർച്ചയായിട്ടും. എന്നാലും അതും ചേർത്തുകൂടെ എൻ്റെ പൊന്നളിയോ. 1.5 പ്ലേറ്റ് ചോറ് തീർത്തവൻ പഠിച്ച. അപ്പം അത് നീ കഴുകണ്ട. ഗൈസ്, നമുക്ക് മീൻ വറുക്കാനുള്ള അരപ്പുണ്ടാക്കാം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെ അവിടെ ഇരിക്കുള്ളൂ. എടുത്തോണ്ട് വന്ന എനിക്ക് വയ്യ. കറി ആയാൽ നമുക്ക് തുറന്നു നോക്കാം. ആയില്ല ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഗൈസ്. അയ്യേ, മണ്ടൻ ചെറുക്കാന്ന്. ജോസേട്ടാ സെഡായാ? ജോസ് സെഡായടാ. അയ്യേ, നീ ഫിയറായി എത്രയോടെ. നമുക്ക് ഇങ്ങനത്തെ കുറെ വെറൈറ്റി ക്ലിപ്സ് ഒക്കെ എടുക്കാൻ അങ്ങനെ വരുമ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് നിന്ന്. വാവ്, മുളക് പോരായിരുന്നു. നമ്മൾ കുറച്ച് മുളക് പൊടി കലക്കി ഒഴിക്കുന്നുണ്ട്. കാരണം നമ്മൾ മുളക് പൊടി ഇതിലേക്ക് ഇട്ടാൽ ഇത് ഹോട്ട് ആയതുകൊണ്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ മുളക് പൊടി കലക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇത് നമ്മുടെ ബിൻചേടൻ പണിയെടുക്കുകയാണ് ആദ്യമായിട്ട്. സംഭവമൊക്കെ പൊത്തിപ്പിടിച്ചോണ്ട് ചെയ്യുക.
സംഭവം ഗൈസ് ഇവിടെ ഊതി 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 എന്റെ കൊച്ചു ഇവിടെ തീർന്നു. ഊതി ഊതി അവളെ മോളെ എന്റെ മോളെ ആ ഉണ്ടോ ജീവൻ. ഇപ്പൊ സമയം ഏകദേശം ഒരു 3-3:30 ആയിട്ടുണ്ട്. പട്ടിഷോ 3-3:30 ആയിട്ടുണ്ട് തോന്നുന്നു ഗൈസ്. നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് 4 മണിയാവുമല്ലോ. കാപ്പിയും ചായയും 3 ഒന്നിച്ച് കഴിക്കാം. നല്ല മണമുണ്ട്, നല്ല മഴ വരുന്നുണ്ട്. നല്ല മണമുണ്ട്. പറ ജിഷ, നല്ല മണമുണ്ട്. എടാ ചെറുക്കാ പോലീസ് വിളിക്കട്ടോ. വളി ഗൈസ്, നമ്മള് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ തീട്ടം വളി എന്നൊന്നും പറയാൻ പാടില്ല. അത് കേസാണ്, പോലീസ് വിളിക്കും. തൊപ്പി പിടിച്ചില്ലേ. എടാ പോടാ 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 വീഡിയോ. എടാ അത്ര ഒന്നും കുടിക്കാ, സൂപ്പാ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ എരിവും പുളിയും ഉപ്പൊക്കെ പെട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ് നമ്മുടെ മീൻകറി ആയിട്ടുണ്ട്. മീൻകറി നമ്മൾ അങ്ങോട്ട് വാങ്ങി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യണം. അവിടെ ഗ്രേവി ഒക്കെ കൊടുത്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബ്രോ. മൊത്തം ഇവിടെ വൃത്തികളൊക്കെ ആയിട്ടുണ്ട്. ജിഷയാണ് നമ്മുടെ മെയിൻ ഷെഫ്. അപ്പോൾ അവള് ഷീ സാക്രിഫൈസിങ്. മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ എണ്ണ വെച്ചിട്ട് മീൻ എടുത്ത് പറക്കാം. പറഞ്ഞിട്ട് പിന്നെ കാണിച്ചാൽ ഗൈസ്. നമ്മൾ കറി കഴിഞ്ഞു. ഇനി നമ്മൾ മീൻ ഫ്രൈ ആണ്. ഫ്രൈ ആണോ മീൻ കരിച്ചതാണെന്ന് അറിയത്തില്ല. എന്തായാലും അല്ല പുകയൊക്കെ വന്നു ഈശ. അയ്യോ മൊത്തം പോക. ബാബു അല്ല വാവാഴ്ച മീൻ വറുത്തത്. വാവാഴ്ച മോനെ മീൻ വറുത്ത് കോരുന്ന ജിഷരി വേറെ ലെവല് പെണ്ണ്. എനിക്ക് വയ്യ. കൊതിയായിട്ട് വെള്ളം. നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണിത്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത്, ഫിഷ് കറി വെച്ച്, ചോറ്, പിന്നെ പരിപ്പ് കറി എല്ലാം വേണ്ടത്. വലിയൊരു വാഴയും പിടിച്ചിട്ട് വാഴെല്ലാം പിടിച്ചിട്ട് നമ്മൾ ഞാൻ നമ്മുടെ ഇരുന്ന് കഴിക്കാൻ പോകണം ഗൈസ്. ഞാൻ ജസ്റ്റ് ടൈം ലാപ്സ് കാണിച്ചു തരാം. ഓക്കെ ബൈ ഗൈസ്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ മീൻകറി മീൻ ഫ്രൈ ശരിയായിട്ടുണ്ട്. നമ്മളിതാ നല്ല തുമ്പപ്പൂ തൂശനില്ല പിരിച്ച് തുമ്പപ്പൂ ചോറ് വിളമ്പി മീൻകറിയുടെ ചാറ് മൊഴിച്ച് നമ്മള് പച്ചേ തിന്നു നോക്കടാ ഇച്ചിരി എങ്ങനെ ഉണ്ടെന്ന്. എന്നെ കാണിക്കണ്ടെന്ന് അത് കൊള്ളാം. ഓക്കെ ബാ കഴിക്കാം, നമുക്ക് കഴിക്കാം. A few moments later. 6.5 hours later. Many months later. So much later that the old narrator got tired of waiting and they had to hire a new one. Tomorrow. ഗൈസ് സംഭവം അടിപൊളിയാണ്. ഫിഷ് കറി വേറെ ലെവല് എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. എരിവ്, പുളി, അതിൻ്റെ ഒരു മസാല എല്ലാം അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഉപ്പും പുളിയൊക്കെ എല്ലാം ചേർന്നിട്ടുണ്ട് അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. മഴ വരുന്നു. ഞങ്ങൾ കഴിച്ചിട്ട് പോകട്ടെ, അല്ലെങ്കിൽ ഇപ്പം മഴ പെയ്യുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ. ഞങ്ങൾ ഫിഷ് കറിയൊക്കെ വെച്ചു, കഴിച്ചു. പെട്ടെന്ന് മഴ വന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ എക്സ്ട്രാ ഒന്നും വെച്ചെടുത്തില്ല. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉള്ള കാര്യം പറയാം, ജിഷ പക്ക കുക്കിംഗ് ആണ്. അല്ല അളിയാ, എന്താ അഭിപ്രായം പറയാ? വളരെ നല്ല അഭിപ്രായമാണ്. പറഞ്ഞു പറയിപ്പിച്ചെന്ന് പറയത്തില്ല, അത് വേറെ കാര്യം. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഞെക്കണം. വളരെ നാക്ക് പുഴങ്ങി എല്ലാം പഴവില്ല ഗൈസ്. ഞാനൊരു സംഭവം കാണിച്ചു തരാം. യു ഹാവ് എ സർപ്രൈസ്. എന്താടാ ഇത്? ആരത്? ബൈ ബൈ.